ഹലോ വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി നാടൻ റോസിൻ്റെ കോംബോ ഓഫറായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ബ്രിട്ടീഷ് ക്യൂൺ റോസാണ്. ഭയങ്കര രസമാണ്. അതുമാത്രമല്ല നല്ലൊരു ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ളൊരു റോസാണ്. ഈ റോസ് പലതരത്തിലാണ് വിരിയുന്നത്. ചിലപ്പോൾ ഇങ്ങനെ വിരിയാറുണ്ട്, ചില ടൈമിലാണെങ്കിൽ സെൻറ്റർ പോർഷനിലൊരു പിങ്ക് ഷെയ്ഡും ചുറ്റിനും വൈറ്റ് ഷെയ്ഡിൽ വിരിയാറുണ്ട്. ചിലപ്പോൾ നല്ല പിങ്ക് ഷെയ്ഡിലൊക്കെ വിരിയുന്നൊരു ടൈപ്പാണ് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൺ റോസ്. അപ്പോൾ നമ്മുടെ കോംബോയിൽ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ബ്രിട്ടീഷ് ക്യൂൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് വേറൊരു ദിവസം വിരിഞ്ഞതാണ് കേട്ടോ. ഇങ്ങനെയും വിരിയാറുണ്ട്, ചില സമയത്ത് വൈറ്റ് ആയിട്ടും വിരിയാറുണ്ട്. നമ്മുടെ കോംബോയിൽ രണ്ടാമതുള്ളത് പിങ്ക് ബട്ടൺ റോസാണ്. ചെറിയ ചെറിയ പൂക്കളാണ്. ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് തേനീച്ചകളൊക്കെ വന്നിട്ട് ഈ ഒരു നമ്മുടെ ഗാർഡനിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവും. നിറയെ പൂക്കളാണ്, ഡെയിലി ഫ്ലവറിങ് ആണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മുടെ എന്നും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് ബട്ടൺ. മൂന്നാമതായിട്ട് വരുന്നത് സമ്മർ സ്നോ ആണ്. സമ്മർ സ്നോയുടെ കാര്യം എടുത്ത് പറയേണ്ടതില്ല, ഈ ഒരു വെറൈറ്റി ഉള്ളവർക്കറിയാം. എന്നും പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ്, നമ്മുടെ നാടനാണ്. അതുപോലെ തന്നെ അത്യാവശ്യം കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ എന്താ പറയുക, സമാധാനത്തിൻ്റെ വെള്ളപ്പൂക്കൾ എന്നൊക്കെ പറയുള്ളൂ. അതുപോലെ തൂവെള്ള നിറത്തിൽ നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ ഒരു സമ്മർ സ്നോ. ഇതിൽ പെറ്റൽ കൗണ്ട് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോംബോയിൽ മൂന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സമ്മർ സ്നോ ആണ്. അടുത്തതായിട്ട് വന്നിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് പേര് ഓർഡർ തന്നൊരു റോസുമാണ് കരിഷ്മ റോസ്. കരിഷ്മ റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ തീജോല എങ്ങനെയാണോ അതാണ് ഈ ഒരു ഫ്ലവറിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം ഡീപ്പായിട്ടുള്ള ഒരു ഡാർക്ക് ഓറഞ്ചും ഒരു വല്ലാത്തൊരു യെല്ലോയും കൂടെ മിക്സായിട്ട് വരും. അത്രയും മനോഹരമാണ്. ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഡയറക്റ്റായിട്ട് കാണുമ്പോൾ ഉള്ള കളർ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കിട്ടില്ല. അത്രമാത്രം നമ്മുടെ ഗാർഡനിൽ എവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരെണ്ണം ഫ്ലവറിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ ഇച്ചിരി ഫ്രാഗ്രൻസ് ഉള്ളൊരു ടൈപ്പാണ് ഈ ഒരു കരിഷ്മ റോസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ കോംബോയിൽ നാലാമതായിട്ടുള്ളത് കരിഷ്മ റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കോംബോയിൽ നാലാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കോംബോ വേണ്ടവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബ്രിട്ടീഷ് ക്യൂൻ കോംബോ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750 രൂപയാണ് കോംബോയിൽ വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കാരണം കൊറിയറൊക്കെ അതിൻ്റെ തിരക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ വരിക, നിങ്ങളുടെ കോംബോ ഓഫർ സെലക്ട് ചെയ്യുക. ഞാൻ കാർട്ടിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ കാർട്ടിൽ നിന്ന് സെലക്ട് ചെയ്യുക. അഞ്ചാമത്തത് ഓർക്കിഡ് റോസാണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് ഈ കോംബോയിൽ അഞ്ചാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതിന് എല്ലാ പ്ലാന്റ്സും ഓൺ റൂട്ടഡ് ആണ്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ വരിക, കാർട്ടിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക. അതൊന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വോയിസ് ഇട്ടാലും മതി. നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൻ കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ മതി. 10 പേർക്ക് തരാനുള്ള കോംബോ ഓഫർ മാത്രമേ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം ബ്രിട്ടീഷ് ക്യൂൻ്റെ കുറവാണ്, ബ്രിട്ടീഷ് ക്യൂൻ്റെ നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി കുറവാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു 10 പേർക്ക് തരാനുള്ള കോംബോ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് വരുന്ന 10 പേർക്കായിരിക്കും കോംബോ അയക്കുന്നത്. ഓൾറെഡി കഴിഞ്ഞൊരു ദിവസം മാംഗോയോട് ഒരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ കുറേ പേർക്കുള്ളത് അയച്ചിട്ടുണ്ട്, ബാക്കി പെൻഡിങ് ആണ്. പിന്നെ നമ്മുടെ ക്രീപ്പർ റോസ് കോംബോ എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോംബോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലിലൊന്ന് കയറി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്